ഹായ് ഫ്രണ്ട്സ്, ഗ്യാസ് ഇല്ലാത്ത ഇന്നത്തെ ഒരു ദിവസം കാണിക്കാം കേട്ടോ. രാവിലെ എഴുന്നേറ്റത് കഞ്ഞടുപ്പിലിട്ടു, അജായ്ക്ക് ചോറ് കൊണ്ടുപോകണം. അതിന് ശേഷം കടലക്കറി വെച്ചു, ഉപ്പുമാവ് ഉണ്ടാക്കി, പിന്നെ ഒരു ചായ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാവിലെ ഒരു ചായ വെച്ച് നിർബന്ധമാണ്. അപ്പോൾ അത് വെച്ചു, കുടിച്ചു. പിന്നെ അവന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് എഗ് റൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കറിയൊന്നും റെഡി ആവില്ല, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇൻഡക്ഷനിൽ വെക്കുന്ന ഒരുപാട് പാത്രങ്ങളില്ല, വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രമാണ്. കാരണം ഇൻഡക്ഷൻ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ മാത്രമായിരുന്നു ഉപയോഗിക്കുന്നത്. 2 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് സോസൊക്കെ ആഡ് ചെയ്ത് മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് റൈസ് തൊട്ട് ഇളക്കിയെടുക്കും. അതാണ് എഗ് റൈസ്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു സാലഡും അച്ചാറും എല്ലാം കൂടെ കൊടുത്ത് അവന് വിട്ടു. അതിനുശേഷം നമ്മളൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു അടുപ്പയിൽ. പിന്നെ നമ്മൾ കാപ്പി കുടിച്ചു, ഉപ്പുമാവും കടലക്കറിയും ചായയും. സുമിയുടെ കൈകളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം മൈലാഞ്ചി ഇട്ടില്ലായിരുന്നോ. പിന്നെ പയറ് പുളിങ്കറിയാണ് വെച്ചത്. പയറൊക്കെ വെള്ളത്തിലിട്ട് ഒരുപാട് കുതിർത്തതിന് ശേഷമാണ് വെച്ചത്. പയർ പുളിങ്കറിയും മെഴുക്കുവരട്ടിയും അച്ചാറും മുട്ടയുണ്ടായിരുന്നു. മുട്ട കാണിക്കാൻ മറന്നുപോയി. പിന്നെ 4 മണിക്ക് കട്ടൻ ചായ വെച്ച് കുടിച്ചു. പിന്നെ രാത്രിയിലത്തേക്ക് ദോശയും രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.